സോ റയൽ മാഡ്രിഡ് വേഴ്സസ് റയൽ ഒവിഡോ മാച്ചിൽ ജയിച്ചു. റയൽ മാഡ്രിഡിന് പക്ഷെ കളിയെ കുറിച്ച് സംസാരിക്കാന്നുണ്ടെങ്കിൽ ആദ്യത്തെ 45 മിനിറ്റ് റയൽ മാഡ്രിഡ് വളരെ മോശം പ്രകടനമായിരുന്നു. പിന്നെ മാഡ്രിഡിന്റെ ഗ്രൗണ്ടിൽ പെരസിനെ പുറത്താക്കാനും എംബാപ്പയ്ക്കെതിരെ പ്രതിഷേധവും ഗ്രൗണ്ടിൽ നമ്മൾ കണ്ടു. അതിനെ കുറിച്ച് എന്താണ് നിനക്ക് അല്ല, എംബാപ്പെ ഇറങ്ങിയപ്പോഴാണ് പ്രതിഷേധം. അതെ അതെ, എംബാപ്പെ ഇറങ്ങിയപ്പോ തന്നെ പ്രതിഷേധം വിളിച്ചു അല്ലേ? അതെ അതെ, കൂക്കി വിളിച്ചു. കൂകലും അതേ ആരാധകരായിരുന്നു ഒരു സമയത്ത് എംബാപ്പയെ കൊണ്ടുവരാനും പറഞ്ഞത്. അതാ ഞാനിപ്പോ ആലോചിക്കുന്നത്. അല്ല, ഇത് കുടുംബ പ്രശ്നമാണ്, ഞാൻ ഇടപെടില്ല. നത്തിങ് പ്രോബ്ലം. എനിക്കതിൽ ഇടപെടേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇടപെടാതിരിക്കണേ നല്ലത്. പിന്നെ വാൾവർഡെ തിരിച്ചു വന്നിട്ടുണ്ട്. അതെ അതെ, ഷിവാമിന്റെ ആയിട്ടുള്ള ഫൈറ്റിന് ശേഷം ആ ഒരു ഇതിന് ശേഷം വീണ്ടും എത്തിയില്ലേ? പക്ഷെ എംബാപ്പെ തിരിച്ചൊരു കാരണം ഈ പറഞ്ഞവരെ കൊണ്ട് തന്നെ മാറ്റി പറയിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതെ, പറയാനും മാറ്റി പറയാനും മാഡ്രിഡ് ഫാൻസ് ആണ് ഏറ്റവും നല്ലത്. കുടുംബ പ്രശ്നമായിട്ട് ഞാൻ അതിലൊന്നും പറയില്ല. റിയൽ ഫാൻസ് അല്ലായിരിക്കും അല്ലേടാ? അല്ലടാ. ഓക്കെ, പിന്നെ മറ്റു കാര്യങ്ങൾ പറയാനുള്ളത് ചാമ്പ്യൻസ് ലീഗ് 2, AFC ചാമ്പ്യൻസ് ലീഗ്. അതെ, AFC ചാമ്പ്യൻസ് ലീഗ് 2 സെക്കൻഡ് ഡിവിഷൻ ആണ്. അതിന്റെ ഫൈനലിൽ ഗോംബോ സാക്ക vs അൽ നാസർ ആണ്. നാളെ ഉണ്ട് അൽ നാസർ മത്സരം. സോ അൽ നാസറിന്റെ ഹോമാണ്. സോ അൽ നാസറിന് നല്ല അഡ്വാൻറ്റേജ് ആണ്. മറ്റേ ജപ്പാനിലെ ടീമാണ്, ഒന്നും പറയാൻ പറ്റില്ല. നിയോമി മത്സരം ഉണ്ട്, അത് ജയിക്കുകയല്ല അവര്. സോ അതോടുകൂടി അൽ നാസറിന് ഒരു കപ്പിന്ന് ഉറപ്പിക്കും. അൽ ഹിലാലിന് 78 പോയിന്റ് ആണുള്ളത്. അപ്പോ അൽ നാസറിന് 83 പോയിന്റ് ഉണ്ട്. അപ്പൊ അൽ നാസർ ഇന്ന് ജയിച്ചിട്ടില്ല. ഒരു ഡ്രോ വന്നാൽ പോലും അൽ നാസർ സൗദി പ്രോ ലീഗ് എടുക്കും. അത് സത്യമായ നാളെ അൽ ഹിലാൽ ജയിക്കാതിരുന്നാൽ മതി. അതെ, നിയമമായിട്ടാണ് മത്സരം. സോ അപ്പൊ അൽ നാസറിന് നാളെ 2 കപ്പ് കിട്ടാനൊരു സാധ്യത ഉണ്ട്, സമ്മതിക്കുന്നു. പിന്നെ അൽ ഹിലാലിന് ഈ കപ്പ് കിട്ടണമെങ്കിൽ ഇന്ന് ജയിക്കണം. പിന്നെ അടുത്ത ദിവസം അൽ നാസർ തോക്കണം. അതെ, കുറെ പാടാ. പിന്നെ അൽ ഹിലാൽ ജയിക്കണം. അപ്പൊ 84 പോയിന്റിലാണ് കപ്പടിക്കുക. പക്ഷേ അത് സാധ്യത കുറവാണ്. കാരണം ഇന്ന് അൽ ഹിലാൽ ജയിച്ചാലും അടുത്ത മാച്ച് അൽ നാസർ ജയിച്ചാൽ മതി. അൽ നാസർ ഡ്രോ പിടിച്ചാൽ അൽ നാസർ കപ്പടിക്കും. സോ അതാണ് സിറ്റുവേഷൻ സൗദി പ്രോ ലീഗിൽ. പക്ഷെ എനിക്ക് തോന്നുന്നത് FC കപ്പ് 2 ചിലപ്പം ബോട്ടിലെപ്പെടാം അൽ നാസർ. അവര് ബോട്ടിലായിരിക്കും, ഞങ്ങൾ ബോട്ടിലായിരിക്കും. പറയാൻ പറ്റും. കാരണം റൊണാൾഡോ ഉള്ള ഒരു ടീം ഫൈനലിൽ തോറ്റ FA കപ്പ് ഫൈനലിൽ മാൻ സിറ്റി വേഴ്സസ് സിറ്റിക്കാണ് ഈ വർഷം. പക്ഷെ ബോട്ടിൽ ചെയ്യുന്ന ഒരു ടീമാണ് ഇപ്പം മാൻ സിറ്റി. ആഴ്സണൽ കഴിഞ്ഞാൽ ഇപ്പം ബോട്ടിൽ ചെയ്യാൻ കൂടുതൽ താല്പര്യം മാൻ സിറ്റിക്കാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു മാൻ സിറ്റി കപ്പ് അടിക്കാം. FA കപ്പ് മാൻ സിറ്റി അടിക്കാന്ന് എനിക്ക് തോന്നുന്നു. എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ കുറച്ചായിട്ട് വളരെ മോശമാണ്. ഇപ്പൊ പ്രീമിയർ ലീഗിൽ നോക്കുകയാണെങ്കിലും ചാമ്പ്യൻസ് ലീഗിൽ നോക്കുകയാണെങ്കിലും എല്ലാത്തിലും മോശമാണ്. ഈ വർഷം ഒരു കപ്പും ഇല്ല അവർക്ക്. അതെ, ഒരു കപ്പും ഇല്ല. മാൻ സിറ്റിക്ക് ഓൾറെഡി കപ്പുണ്ട്, രണ്ടാമത്തെ കപ്പാണ്. ഏകൊരു ഹോപ്പ് ഇതായിരിക്കും. മാൻ സിറ്റിക്കും വേറെ വലിയ പറയാൻ ഇല്ല, അവർക്കൊരു കപ്പുണ്ട്. പറയാനൊന്നുമില്ല. അത് പറയാം, 2 കൊല്ലമായിട്ടൊരു കപ്പും ഇല്ല. വേറെ കാര്യം സത്യമായിട്ടാ പറഞ്ഞു.